രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുമതി നൽകിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് പരിശോധിച്ച് കൈക്കൊള്ളേണ്ട തുടർ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങൾ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ബന്ധപ്പെട്ട മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലും ഈ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ അടുത്ത് കൈമാറാനുള്ളത്. അതെ, അതായത് നേരത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധിയിൽ ചില കാര്യങ്ങൾ വന്നപ്പോൾ സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ അറിവോടെയും അനുമതിയോടെയും ആകണമെന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ സർക്കാരിന് ഏകപക്ഷീയമായി നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് സർക്കാരിന്റെ അഭിപ്രായം സുപ്രീം കോടതി അറിയിക്കുന്നു. ഒരു പെറ്റീഷനിൽ സുപ്രീം കോടതി ആനുകൂല്യം നൽകിയിട്ടുണ്ട്. അത് എല്ലാവർക്കും നൽകണമെന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. ആ കാര്യം സുപ്രീം കോടതിയെ അറിയിച്ച് സ്വാഭാവികമായും സുപ്രീം കോടതി അംഗീകരിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ആ അനുമതിയോടെ നടപ്പാക്കണമെന്നാണ് സർക്കാർ കരുതുന്നത്. അല്ല, ഇത് എല്ലാ വിഭാഗം ആളുകളും ഇക്കാര്യത്തിൽ പരാതിയുള്ളവരാണ്. നേരത്തെ തന്നെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ നിരവധി പെറ്റീഷനുകൾ, സുപ്രീം കോടതിയുടെ മുന്നിലുള്ള പെറ്റീഷന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള നിരവധി പെറ്റീഷനുകൾ പോകുന്നുണ്ടായിരുന്നു. അത് നൂറുകണക്കിന് ആളുകൾ ഇതിന്റെ മുന്നിൽ പോയിട്ടുണ്ട്. അതിൽ പ്രൈവറ്റ് മാനേജ്മെന്റുകളുണ്ട്, മാനേജ്മെന്റ് അസോസിയേഷൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. ഇവരെല്ലാം സ്വാഭാവികമായിട്ട് സർക്കാരിനെ സമീപിക്കുമല്ലോ. പക്ഷേ സർക്കാർ ആ കാര്യത്തിൽ ഏകപക്ഷീയമായൊരു നടപടി എടുക്കുന്നതിന് തടസ്സമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാടെടുത്ത്. ഇത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. SIT ഇപ്പോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ പ്രവർത്തനം നടക്കട്ടെ. അവരുടെ പ്രവർത്തനം നടന്ന് അതിന്റെ ഭാഗമായിട്ടുള്ള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തോടെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ആശങ്കയും വേണ്ടതില്ല. നല്ല അന്വേഷണം നടക്കും. ആ അന്വേഷണം നടന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അല്ല, അത് അന്വേഷണം കഴിഞ്ഞാലല്ലേ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് മുമ്പ് എന്തിനാണ് നമ്മൾ വിധി എഴുതാൻ പോകുന്നത്? അന്വേഷണം നടന്ന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരട്ടെ. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. ഇവിടെ എന്തോ പറയാൻ നോക്കിയല്ലോ. അല്ല, സർക്കാരല്ല ഇപ്പൊ വിലയിരുത്തൽ പറയേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു കമന്റ് എന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ അത് ചോദ്യം ചെയ്യില്ലേ? അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് ചോദ്യം പോയിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണല്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രമാണ് ഉറപ്പാക്കേണ്ടത്. അന്വേഷണം കൃത്യമായി നടക്കണം. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ ശേഷം എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ട് ആരൊക്കെയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ബലം കണിഞ്ഞോ ബലം കണിയാതെയോ ജയിലിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. അതല്ലേ നല്ലത്. അതിനെന്തിനാണ് ഇത്ര ധൃതിപ്പെടുന്നത്? അല്ല, ഞാനീ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല ആ ചോദ്യത്തിൽ. ഇത്തരത്തിൽ പങ്കാളിത്തമുണ്ടോ ഇല്ലയോ
അല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സംവിധാനം ഒരുക്കിയല്ലോ. ആ അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം കാര്യങ്ങൾ പറയാ. അതാണ് നല്ലത്. അത് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരാണ് ഈ GST നിരക്ക് പരിഷ്കരണം നടപ്പാക്കിയിട്ടുള്ളത്. അത് സംസ്ഥാനത്തെ ലോട്ടറി മേഖലയ്ക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭാഗ്യക്കുറി ടിക്കറ്റിന്മേലുള്ള GST 28%. അതാണ് 40%ആക്കി ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. ഇതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാനും ധനമന്ത്രിയും നേരിട്ട് കത്തുകൾ മുഖേനയും കേന്ദ്ര ധനകാര്യ വകുപ്പിനോട്, GST കൌൺസിലിനോട് ലോട്ടറിയുടെ GST വർദ്ധിപ്പിക്കരുതെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. അതെല്ലാം നിരാകരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിന്റെ ഭാഗമായാണ് ലോട്ടറി മേഖലയിൽ നികുതി വർധനവിന് കാരണമായത്. ഇവിടെ കാണേണ്ടത്, മറ്റ് തൊഴിൽ ചെയ്യാൻ സാധിക്കാത്ത ജീവനോപാധിയായി ലോട്ടറി വ്യാപാരത്തെ ആശ്രയിക്കുന്ന നിരവധി സാധാരണ ജനങ്ങളുടെ തൊഴിൽ മേഖല എന്ന നിലയിൽ ഭാഗ്യക്കുറി മേഖലയെ സംരക്ഷിക്കുന്നതിന് സർക്കാർ എല്ലാ കാലത്തും, സംസ്ഥാന സർക്കാർ എല്ലാ കാലത്തും പ്രതിജ്ഞാബദ്ധമായിരുന്നു. അതിന്റെ ഭാഗമായി സർക്കാരിന്റെ റവന്യൂ വരുമാനത്തിൽ കുറവുണ്ടാകുമെങ്കിലും ടിക്കറ്റ് വിലയിൽ വർധനവ് വരുത്താതെ നിലവിലെ ടിക്കറ്റ് നിരക്കുകളിൽ തന്നെ വിൽപ്പന നടത്താനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. GST 28%-ൽ 40%-ആയി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. പക്ഷേ ടിക്കറ്റിന്റെ വില 50 രൂപയായി തന്നെ നിലനിർത്താനാണ് സർക്കാർ തീരുമാനിച്ചത്, സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അതിന്റെ ഫലമായി ഒരു ഭാഗ്യക്കുറി ടിക്കറ്റിന് മേൽ സർക്കാരിന് 3 രൂപ 35 പൈസ റവന്യൂ വരുമാനത്തിൽ കുറവുണ്ടാവും. ഒരു ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ ഇത്തരത്തിൽ 3,35,00,000 രൂപയുടെ കുറവാണ് സർക്കാരിനുണ്ടാവുക. അപ്പോൾ സർക്കാരിന്റെ പ്രവർത്തന മിച്ചം, ഡിസ്കൗണ്ട് ഏജൻസി സമ്മാനം, ഇതിന് നൽകുന്ന സമ്മാനം, ഇവയിൽ കുറവ് വരുത്തിയാണ് വിലവർദ്ധനവ് ഒഴിവാക്കിയത്. ആകെ വിറ്റുവരവിന്റെ 60% തുക സമ്മാനമായി നൽകുന്നുണ്ട്. എന്നാൽ വിറ്റുവരവിൽ കുറവ് വന്നത് കാരണം ആകെ സമ്മാനത്തുകയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. ഏജന്റ് ഡിസ്കൗണ്ട്, ഏജൻസി പ്രൈസ് എന്നിവയുടെ ഘടനയിൽ എങ്ങനെ മാറ്റം വരുത്താമെന്നത് സർക്കാർ പരിശോധിച്ചു വരികയാണ്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ GST നിരക്ക് പരിഷ്കരണം സംസ്ഥാന ലോട്ടറി മേഖലയിലെ തൊഴിലാളികളെയും കുടുംബാംഗങ്ങളെയും ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട്.